ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു ഗെയിമറൻസി. അങ്ങനെ നമ്മൾ തിരിച്ച് ഒരു പുതിയൊരു വീഡിയോ. ഇത് ജസ്റ്റ് ഒരു ചില്ലിങ് വീഡിയോ മാത്രമേ ഉണ്ടാവുള്ളൂ, അല്ലാണ്ട് വലിയ സംഭവമൊന്നുമില്ല. കാര്യമായിട്ട് പറയാനാണ്. ഇതാരാ? ഡ്രോൺ സോംബി. അപ്പം ഈ വേൾഡ് നമ്മൾ പറഞ്ഞായിരുന്നു, ഫോറവൽ വേൾഡ് ആണ് കാര്യങ്ങളൊക്കെ. അപ്പം ഇതിന്റെ അകത്ത് കുറെ ചോട്ട ബിൽഡ് ചെയ്യും കാര്യങ്ങളൊക്കെ. എന്ന് വെച്ചാൽ അനിയൻ ബിൽഡ് ചെയ്യും കാര്യങ്ങളൊക്കെ ചെയ്തേക്ക്. ഇത് അവന്റെ വീട് കിടക്കുന്നു, ഇത് അവനാ പണിഞ്ഞത്. ഇല്ല, ഈ സാധനം ഇവനല്ല പണിഞ്ഞ. ഈ സാധനം ആ വൈറ്റ് കോൺക്രീറ്റ് വെച്ചും ഇതും അവനാ പണിഞ്ഞ. ഇതിന്റെ അകത്ത് അവൻ ഫുള്ള് ബിൽഡിംഗ് മെത്തേഡും കാര്യങ്ങളൊക്കെ ആയിട്ട് ക്രിയേറ്റീവ് അല്ലാണ്ടൊക്കെ. ആ, നമുക്കൊരു കോള് തന്നെ. ചോട്ട ക്രിയേറ്റീവും കാര്യങ്ങളൊക്കെയാണ് കളിക്കുക. ക്രിയേറ്റീവ് ബിൽഡും അല്ലാണ്ടൊക്കെ അവൻ ചെയ്യലുണ്ട്. അതൊക്കെ അവന്റെ പണി. ഇതണ്ട ഇത് മറ്റേ ബോട്ട്സ് ഉണ്ടല്ലോ, ബോട്ട്സ് എന്നും പറഞ്ഞിട്ടൊരു മോഡില്ലേ, ആ മോഡ് വെച്ച് അവൻ പണിഞ്ഞത്. പണിഞ്ഞല്ല, അവൻ ഹോൾ ഇട്ടത്. ഇവിടെയൊക്കെ അവൻ വേറെ എന്തൊക്കെയോ പണിഞ്ഞായിരുന്നു. പിന്നെ ഫുൾ എന്തൊക്കെയോ പൊട്ടിക്കുകയും കാര്യമൊക്കെ ചെയ്തിട്ട് എന്തൊക്കെയാന്ന് എനിക്കറിയാം. അപ്പൊ നമുക്ക് എന്തായാലും കളി നമുക്ക് സ്റ്റാർട്ട് അടിക്കാം. ഫസ്റ്റ് വല്ല ഫുഡ് അവന്റെ വീട്ടിലുണ്ടാവുമോ? ഫുഡ് ഉണ്ടെങ്കിൽ ഫുഡ് കക്കാം താൽക്കാലികമായിട്ട്, ഇല്ലെങ്കിൽ നമുക്ക് ഇതാക്കാം. ഫുൾ ആദ്യം മൂലം തന്നെ ഗ്രൈൻഡ് ചെയ്യാം. ഞാൻ എന്തായാലും വീഡിയോസ് ഇടുക സർവൈവൽ തന്നെ ഇടുള്ളൂ, അല്ലാണ്ട് ബിൽഡിംഗ് വീഡിയോസ് കുറവായിരിക്കും. മാക്സിമം ബിൽഡ് ക്രിയേറ്റീവ് അല്ലാണ്ടാക്കാനേ ചെയ്യാൻ നോക്കുള്ളൂ. ഇപ്പം ധരിക്കാനൊന്നും പറ്റൂല, അതിലൊന്നും ഇരിക്കാൻ പറ്റൂല. ചിക്കൻ ഉണ്ട്, ചിക്കൻ കിട്ടി. വേറൊന്നില്ലേ? വേറൊന്നില്ല. റോട്ടൻ ഫ്ലെക്സ് ആയത്. അയ്യോ, റോട്ടൻ ഫ്ലെക്സ്. ലാസ്റ്റ് ഈ ഡോറിന്റെ അകത്ത് പോലെ കയറിപ്പോയിട്ട് എന്നെ അപ്പുറത്തായിട്ട് പെരുക്കും. നമുക്കിപ്പോ എന്തായാലും കളി തുടങ്ങാം. നമുക്ക് പോയിട്ടൊരു മരം മുറിക്കാതെ. എവിടെ പോടാ സ്റ്റെപ്പൊക്കെ. അപ്പൊ ഈ ഒരു വേൾഡിന്റെ എപ്പോഴും കണ്ടിന്യൂസ് വീഡിയോസ് നിങ്ങൾ പ്രതീക്ഷിക്കണ്ടായിരുന്നു. ഇടയ്ക്കിടയ്ക്ക് മാത്രമേ വീഡിയോസ് വരുള്ളൂ. ഇവിടെ എന്തോ ഇവൻ ഉണ്ടാക്കി വെച്ചേക്കുന്നത്? ഫർണിസിന്റെ അകത്തൊക്കെ എന്ത് അലമാരി ഇത്? അയവ കൊള്ളാലോ, ഇതും കൊള്ളാം. എത്ര നാഴ്ച വല്ല സോംബീസ് ഉണ്ടാവും. നമുക്ക് ഏറ്റവും മുകളിൽ പോയിട്ട് കുറച്ച് മരം മറിക്കാം. ഇവിടെ കാണുന്ന സ്ഥലത്തൊന്നും മരം മുറിക്കാൻ കഴിയല്ല. പിന്നെ എന്താ പറയാൻ വന്ന, ഇപ്പൊ ചോട്ട ഇല്ലാത്തത് അവൻ എക്സാം, അതുകൊണ്ട് അവനെ കളിക്കാൻ കൂട്ടിയില്ല. അപ്പം നമ്മൾ ഈ ഒരാഴ്ച അവന്റെ കൂടെ ഉള്ള വീഡിയോ ഉണ്ടാവില്ല. ഇതിനു മുമ്പ് കഴിഞ്ഞ ഞായറാഴ്ച എടുത്തൊരു വീഡിയോ ഉണ്ടായിരുന്നു ഇതിന്റെ എന്തേ അതിന്റെ പേരാ വിട്ടല്ലോ. അൺബ്രേക്ക്, ഔട്ട് ബ്രേക്ക് ഇല്ലേ, സോംബി അല്ല, പാരസൈറ്റ് ഔട്ട് ബ്രേക്ക്. അത് കളിച്ചിട്ടുണ്ടായിരുന്നല്ലോ. ഇതിന്റെ വീഡിയോ എന്റെ അമ്മോ നാം പെട്ടുപോയിക്ക്. സംഭവം എന്ന് വെച്ചാ ഇത് എന്താ ഇപ്പൊ പറയുക, ഞാൻ കറച്ച് പറഞ്ഞുതരാം, പറഞ്ഞിട്ട് മുറിക്കാൻ പോവാ. സംഭവം ഞാനേ എഡിറ്റ് ചെയ്യാൻ തുടങ്ങി. ഞാൻ വീഡിയോ റോ ഫുട്ടേജ് നോക്കുമ്പോ 12 മണിക്കൂറും 50 മിനിറ്റും.
ഇതെല്ലാം കൂടി ഞാനെങ്ങനെ 2.75 മണിക്കൂർ വീഡിയോ ആക്കി യൂട്യൂബിൽ നിനക്കറിഞ്ഞൂടാ. ഞാൻ ഇതുവരെയായിട്ട് അപ്ലോഡ് ചെയ്തിട്ടില്ല. ഇന്ന് ഞാൻ അപ്ലോഡ് ചെയ്യും. പിന്നെ അപ്ലോഡ് ചെയ്തിട്ട് പിന്നെ ഇതൊക്കെ ഉള്ളു. കെടിഞ്ഞു പോയിക്കുന്നതാണ്. അത്തറം എന്നുവെച്ചാ കഴിഞ്ഞ ഞാറ് തിങ്കൾ ചൊവ്വ ബുധൻ വ്യാഴം വെള്ളിയാഴ്ച വരെ വെറുതെ, അതും കട്ട് ചെയ്യാൻ മാത്രം, എഡിറ്റ് ചെയ്യാനല്ല. അത്രയ്ക്കും ഒരു കോൾ വന്ന് ഞാൻ ചത്ത്. ഇതൊക്കെ എന്തായാലും അവൻ ലൂട്ടിയിട്ടുണ്ടാവില്ല. യെസ്, എനക്കറിയാം, അവനല്ലേ ആശാന്. അവൻ ലൂട്ടിയാണ്ട് പോകൂല. അപ്പൊ നമ്മളെ ഇതിന്റെ അകത്ത് പ്ലാൻ എന്തൊക്കെയാന്ന് വെച്ചാല്, ഈ ഒരു സർക്കിൾ കാണുന്നില്ല, ഇതിന്റെ അകത്ത് ഫുള്ള് ബേസ് അതും ഇതൊക്കെ ആയിരിക്കും, അണ്ടർഗ്രൗണ്ടും കാര്യങ്ങളൊക്കെ. ഞാൻ ഈ ഫാക്ടറിയും കാര്യങ്ങളും വേറെ ഏതെങ്കിലും സ്ഥലത്തേക്ക് മാറ്റാൻ ഉദ്ദേശിക്കുന്നത്. ഇവിടെ വെക്കാൻ താല്പര്യപ്പെടുന്നില്ല. ഇവിടെ വെച്ചാൽ അങ്ങോട്ടേക്ക് ശരിയാവും. അപ്പൊ ഇതൊരു പ്രോഗ്രഷൻ വേൾഡ് ആണ്. അപ്പം നിങ്ങൾ കാണുക, സപ്പോർട്ട് ചെയ്യുക. പിന്നെ കാണുന്ന ആൾക്കാർ ആരും ലൈക്ക് അടിക്കുന്നുമില്ല, സബും ചെയ്യുന്നില്ല, കമന്റും ചെയ്യുന്നില്ല. എന്താണോ മനസ്സിലാവും. കാണുന്നുണ്ട്, പക്ഷെ ആരും സബും സാധനമൊന്നും ചെയ്യുന്നില്ല. കഷ്ടമാണ്. അപ്പം നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മാത്രം ചെയ്താൽ, എന്നാൽ വലിയ നിർബന്ധമൊന്നും പറയുന്നില്ല. ഞാൻ എന്തായാലും വീഡിയോസ് ഇടും. കണ്ടാലും ശരി, കണ്ടില്ലെങ്കിലും ശരി. അതുകൊണ്ട് തന്നെ അത് എനിക്ക് വലിയ ബാധകമല്ല. നമുക്ക് എന്തായാലും സ്റ്റോൺ കളക്ട് ചെയ്തിട്ട് കുറച്ച് സ്റ്റോണിന്റെ ടൂൾസ് ആക്കാം. നമുക്ക് സ്റ്റോണിന്റെ ടൂൾസ് ആക്കിയിട്ട് അയണിലേക്ക് പോകാം. അതന്നെ വീട് നമ്മുടെ നോർമൽ തന്നെ. ഇപ്പൊ ബാക്കി ഫുള്ള് ഡയമണ്ട് ഗിയർ ആയിട്ട് ട്രേഡിങ് ഹാള്, അത് ആള്, ഇത് ആള്, മറ്റേത് മറിച്ചതൊക്കെ ഉണ്ടാക്കി വരണം. അതെല്ലാം നാം സർവൈവലാണ് ഉദ്ദേശിക്കുന്നത്. ബിൽഡ് മാത്രമാണ് ചിലപ്പോൾ സംശയം, കാരണം ചാൻസ് കുറവാണ്. ഇതിന്റെയൊക്കെ ഈ റെസിപ്പി ഉണ്ടാക്കലാണ് എനിക്ക് ഇഷ്ടമല്ലാത്തത്. കാരണം നല്ല ടഫ് റെസിപ്പി ആണല്ലോ. സോംബി പോട് പുറകെ അല്ലേ, പോട. ഞാനിപ്പോ താൽക്കാലികമായിട്ട് ഈ വീട്ടിലങ്ങ് കയറുക. കിടന്നുറങ്ങാൻ മാത്രം ഉപയോഗിക്കുന്നു. മോൺസ്റ്ററിനെയൊക്കെ കൊണ്ടുണ്ടല്ലോ, ഇതൊരു ശല്യാണ്. ഈനെയൊക്കെ കൊണ്ടുവന്ന് കട്ടലിൽ തള്ളിയിടുന്ന. അമ്മേ, ഇതെന്ത് ക്രീപ്പറെല്ലാം കൂടി അങ്ങോട്ടേക്ക്. എല്ലാ ക്രീപ്പറും അവിടെ ഉണ്ടല്ലോ. നമുക്ക് അപ്പുറത്തെ വീട്ടിൽ പോ. കൂട് ബലാലെ എന്റെ പുറകൊന്നും വന്നോലി. അയ്യോ, ഇത് ഇതല്ലേ, കുട്ടി സോംബി അല്ലേ അത്? അതിനെന്തൊരു സ്പാർക്ലിങ് പോലെ. ഓ ഓ ഓ ഓ ഓ ഓ ഓ ഓ മരിച്ചെന്തായാലും. എന്താ ചെയ്യാ, ഇതൊക്കെ ചോട്ടന്റെ പരിപാടി, ഡിസൈനും കാര്യങ്ങളൊക്കെ. ഇതൊക്കെ എന്ത് ടേബിള്, ആർക്കറിയാ. ക്രാഫ്റ്റിംഗ് ടേബിൾ വെച്ചിട്ടില്ല, ബാക്കിയെല്ലാം വെച്ചിട്ട്. അവിടെ ഉണ്ടായിരുന്ന ക്രാഫ്റ്റിംഗ് ടേബിൾ ആണെങ്കിൽ എനിക്ക് എടുക്കാനും പറ്റില്ല. നമുക്ക് എന്തായാലും ക്രാഫ്റ്റിംഗ് ടേബിളിന് ടൂൾസ് ഉണ്ടാക്കാം. ഒന്ന്
പിന്നെ അടുത്ത 2 റെയിൻബോ. ഇത് മറ്റേതിന്റെ ഇതെന്ത് സാധനം എന്നാലും സ്പ്രിംഗ് ലെഗിങ്സും ജമ്പിങ് ബൂട്ട്സും. അതാണ് എന്നാ സോംബി ഇട്ടോണ്ട് നടന്ന സാധനം. സ്റ്റോൺ ഹാമർ, വുഡൻ ഹാമർ. ഇതിന്റെ ഗുണം എന്താന്ന് വെച്ചാല് നമ്മുടെ 3x3 ആണോ അതോ 5x5 ആണോ എത്രയോ മൈൻ ചെയ്യും. മറ്റേ ഹാമർ കൊണ്ട് മറ്റേത് അറിയാലോ എല്ലാവർക്കും എന്തിനാ ഉപയോഗിക്കുന്നതെന്ന്. എന്തിനാന്ന് പറഞ്ഞു തരേണ്ട ആവശ്യമില്ല എന്നാണ് എൻ്റെ വിശ്വാസം. ഞാനിപ്പോൾ എന്തായാലും ഇവിടെ നിന്ന് കുറച്ച് ഫുഡ് കളച്ചിട്ട് എൻ്റെ കയ്യിൽ ഒരു ഫുഡ് പോലും. മോസ്റ്റാവ് വന്നിട്ട് സാധനങ്ങൾ തന്നോ ഇല്ലെങ്കിൽ കൊന്നു കളയും. നമുക്ക് താഴത്തേക്കമ്മേ ഇറങ്ങി നോക്ക എന്താ അവസ്ഥ. അയണ ഇതങ്ങനെ ഈ സാധനം എന്താ? സാൾട്ട് ക്രിസ്റ്റൽ. എന്താണ് ഉപകാരം? ഉപകാരം കറക്റ്റ് എന്താന്ന് അറിഞ്ഞല്ലോ. നമുക്ക് ക്രാഫ്റ്റിംഗ് ടേബിളിൽ വെച്ച് നോക്കാം. സാൾട്ട് ക്രിസ്റ്റലും കൊണ്ട് ബ്രിക്കും സാധനമൊക്കെ അത്രേ ഉള്ളൂ. വേറെ ഒന്നുമില്ല. ഇതൊക്കെ ഉണ്ടാക്കാം, സ്റ്റെയറും സാധനങ്ങളൊക്കെ, അല്ലാണ്ട് വേറെ സംഭവമൊന്നുമില്ല. അയച്ച് വേറെന്തോ വലിയ നല്ല സാധനമായിരിക്കും. അപ്പൊ നമുക്ക് കുറച്ച് അയണൊന്ന് മൈൻഡ് ചെയ്തിട്ട് കാണാം. അതന്നെ ബെറ്റർ. അല്ലാണ്ട് വേറെ സംസാരിക്കാനായിട്ടൊന്നും ഇല്ല. ഉള്ളത് പുള്ളിപ്പോ സംസാരിച്ചു. ഇതിന്റെ അകത്ത് ആവശ്യമില്ലാണ്ടായിട്ട് എനിക്കും അയണം കിട്ടി. ഇതിന്റെ പുറകിൽ തന്നെ ഇതിന്റെയൊക്കെ ടെസ്റ്റർ നല്ല വ്യത്യാസമുണ്ട്. റിലയൻസ് അല്ലേ. അയണം കിട്ടി, കോളും കിട്ടി, എല്ലാം ഒരു സ്ഥലത്ത് തന്നെ. ഗായ്സ് ഇത് കൊറേ താഴത്തേക്ക് പോകുന്നുണ്ട് കേട്ടോ. ഇത് സത്യം പറഞ്ഞൊരു മൈൻഷാഫ്റ്റ് പോലെ തന്നെ എനിക്ക് തോന്നുന്നത്. എന്തായാലും ഒരു ആർമർ ഉണ്ടാക്കണമെന്നാണ് തീരുമാനിക്കുന്നത്. ബാക്കി കുറച്ചും കൂടെ ഒന്ന് മൈൻഡ് ചെയ്തിട്ട് ഞാൻ ബാക്കി കാണിക്കേന്. ഒന്നൊരു അയൺ ആർമർ ഫുൾ ഒന്ന് കളക്ട് ആക്കട്ടെ. ഹലോ ഗായ്സ്, ഞാൻ ഇപ്പൊ ഒരു കാര്യം കണ്ടത്. ഞാൻ ഇപ്പൊ ഇത് ചെയ്തോണ്ടിരിക്കുന്ന സമയത്ത് ഇത് സ്മെൽറ്റ് ചെയ്യാൻ വെച്ചേക്കായിരുന്നു അടുപ്പേക്ക് അയണെ. അപ്പം ഞാനൊരു കാര്യം കണ്ടേ. ചോദിക്കണേ, ഇതിനെ കുറിച്ചല്ലേ. ലെതർ ഉണ്ടാക്കാം റോട്ടൺ ഫ്ലെക്സും സോൾട്ടും കൊണ്ട്. ഈ സോൾട്ട് ക്രിസ്റ്റല് സാൾട്ട് ആക്കിയിട്ട് രണ്ടും മിക്സ് ആക്കുമ്പോൾ ലെതർ കിട്ടും 4 എണ്ണം. എന്താ ഒരു കണ്ടുപിടുത്ത. എന്താ ചെയ്യണ്ട. ഫുഡില്ല, ഫുഡാണ് മെയിൻ ഇഷ്യൂ. ഇപ്പൊ ഫുഡ് വളരെ വളരെ കുറവാണ്. ഫുഡ് പണ്ടാലും പെട്ടെന്ന് തീരുന്നുണ്ട്. അതാണ് സഹിച്ചുകൂടാത്തത്.
എന്തായാലും ഇത് കുക്കാവട്ടെ. കുക്കായിട്ട് ഒരു അയൺ ആർമർ അയൺ ടൂൾസ് ഉണ്ടാക്കാന്ന് വെച്ച് ആദ്യം അയണിന്റെ ടൂൾസ് ഉണ്ടാക്കാം. പിന്നെ അതിനെ ഒട്ടുക. സോഡ് വേണ്ട, അല്ലെങ്കിൽ മറ്റേ ഇതാക്കിയല്ലോ ഹാമർ. താൽക്കാലികമായിട്ട് ഹാമർ വേണ്ട, ഇത് മതി. പിന്നെ ഒരു ആർമർ അങ്ങ് ഉണ്ടാക്കാം. ഇത് ട്രീ ക്യാപിറ്റേറ്റർ. പിന്നെ ഷവർ ഇത് അതിപ്പോ എന്തായാലും ഒരു ചെസ്റ്റ് പ്ലേറ്റ് അങ്ങ് ഉണ്ടാക്കാം. ചെസ്റ്റ് എന്റെ കൂടെ തന്നെ നിങ്ങളും കണ്ടോ എന്താ ഒരു ഇത് മറ്റേ പണ്ടത്തെ. സോറി, അതൊരു ആള് വന്നതാ. പണ്ടത്തെ ഒരു ഇതുപോലത്തെ സിനിമയിലൊക്കെ കാണുമ്പോലെ തന്നെ അയണ് അയണ് ആർമർ ഫുള്ളാകൂല, എന്നാലും നമുക്ക് ആർമർ നോക്കാം. ഹെൽമെറ്റ് അത്യാവശ്യം പ്രൊട്ടക്ഷൻ കിട്ടും, മതി. ഇനി നമുക്ക് ബാക്കി മൈനിങ്ങിന് പോവാം. ഈ ഒറ്റ എപ്പിസോഡിന് മൈനിങ് ഫുള്ള്. ഈ സാധനം നല്ല സുഖം. കയറ് കെട്ടി കേറും, മുകളിൽ കയറും, താഴത്തേക്ക് വരും, എല്ലാം ചെയ്യാൻ പറ്റും. അതും ഞാനിപ്പോ കണ്ടതാ. ഇതിന്റെ അകത്ത് അയൺ ഇഷ്ടമാതിരി. നീ അവിടെ നിന്നോ ചെലന്തി, എന്നെ എന്തിനാ ഇതാകുന്നേ? പോ 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 പോ. അല്ല, ഓ നമുക്ക് ഫുഡില്ല. മുമ്പോ അപ്പൊ ഹലോ ഗൈസ്, ഞാൻ TNTന്റെ ട്രാപ്പിലേക്ക് ഒരു വീഴ്ച വീണത്. ഇതെങ്ങനെ പ്ലേസ് ആവുന്നേ തിരിയുന്നുണ്ട്. നന്നായി. നമ്മൾ എന്തോന്ന് ചെയ്യാനാണ്? പിടിച്ച് തട്ടിക്കളഞ്ഞ് റെയിൻബോ പലാലെ. നിന്റെ അപ്പൂവനെ നാൻ തട്ടിക്കള താഴെപ്പോട്ട്, പിന്നെയല്ലേ നിന്നെ തട്ടാൻ പണി. അയ്യോ, അപ്പം ഇപ്പൊ ചെയ്യാനുള്ള എന്താന്ന് വെച്ചാല് ഈ ഹെൽമെറ്റും വെച്ചോണ്ടൊരു പിണ്ണാക്കും കാണുന്നില്ല. അപ്പം ഇന്ന് അയൺ ആയല്ലോ എന്റെ കയ്യില്, ഇല്ലേ? അയണായി. അപ്പൊ അതും കൂടെ സ്മെൽറ്റ് ചെയ്തിട്ട് ബൂട്ട്സ് ഉണ്ടാക്കാന്നേ ഉള്ളു. സംഭവം എന്റെ ഫോണിൽ ചാർജും കാര്യമൊന്നുമില്ല. അല്ല, ചാർജ് ഇല്ലാത്തല്ല, എന്റെ പവർ ബാങ്കിന് ഒരു പ്രശ്നമുണ്ട്, അതിലാണ് ഇട്ടേക്കുന്നത് ഞാന്. അപ്പൊ അതൊന്നും എനിക്ക് നന്നാക്കണം. അപ്പൊ അതിനുള്ള സമയം. അപ്പൊ ഈ ഒരു എപ്പിസോഡ് ഇത്ര ഉണ്ടാകാൻ ചാൻസ്. അല്ലെങ്കിൽ ചിലപ്പോ നാളെ വീഡിയോ എടുത്തിട്ട് അതും കൂടെ രണ്ടും ആഡ് ആക്കിയിട്ടായിരിക്കും വരിക.
എന്തായാലും നമുക്ക് ഇനി അടുത്തൊരു നാളെ ഒരു വീഡിയോ വരും, ഇതിന്ന് അപ്ലോഡ് ചെയ്യും. നാളെ ഈ സീരീസ് തന്നെ വേറെ ഒന്ന് വരികയും ചെയ്യും. അപ്പൊ ഇന്നത്തെ എപ്പിസോഡ് അപ്പൊ കാണാം.